ഫ്രീലാൻസർ ആണോ? സ്വന്തമായി വരുമാനം കണ്ടെത്തുന്നതിന്റെ സന്തോഷത്തിനൊപ്പം ചില അപ്രതീക്ഷിത സാമ്പത്തിക ആവശ്യങ്ങളും കടന്നു വരാറുണ്ടല്ലേ? ചിലപ്പോൾ പുതിയൊരു സ്കിൽ പഠിക്കാനായിരിക്കാം, അല്ലെങ്കിൽ ജോലിക്ക് ആവശ്യമുള്ള ലാപ്ടോപ്പോ ക്യാമറയോ വാങ്ങാനായിരിക്കാം. ചിലപ്പോൾ ഒരു മെഡിക്കൽ എമർജൻസി, വീട് പുതുക്കി പണി, ഒരു യാത്ര, അല്ലെങ്കിൽ ഒരു കല്യാണം. ആവശ്യങ്ങൾ എന്തുമാകട്ടെ, ഫ്രീലാൻസർമാർക്ക് ഇപ്പോൾ ഒരു പേഴ്സണൽ ലോൺ കിട്ടാൻ എളുപ്പമാണോ? ബാങ്കുകൾ നമ്മളെ എങ്ങനെയാണ് കാണുന്നത്? ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് ലളിതമായി സംസാരിക്കാം. യോഗ്യതയും രേഖകളും. സ്ഥിര വരുമാനക്കാരായ ജോലിക്കാരെ പോലെയല്ല ഫ്രീലാൻസർമാർ. അതുകൊണ്ട് ബാങ്കുകൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കും. അവർ ആദ്യം നോക്കുക നിങ്ങളുടെ പ്രായമാണ്. പേഴ്സണൽ ലോണിന് അപേക്ഷിക്കാൻ മിക്ക ബാങ്കുകളിലും കുറഞ്ഞത് 21 വയസ്സ് പൂർത്തിയാകും. ചില ബാങ്കുകളിൽ ഇത് 25ഓ 28ഓ വയസ്സാകും. അതുപോലെ ലോൺ അടച്ചു തീരുമ്പോൾ നിങ്ങളുടെ പ്രായം 60 മുതൽ 65 വയസ്സ് കവിയാനും പാടില്ല. പ്രായം ശരിയാണെങ്കിൽ പിന്നെ അവർ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ വരുമാനത്തിലേക്കാണ്. ഫ്രീലാൻസർമാർക്ക് എല്ലാ മാസവും ഒരേ വരുമാനമായിരിക്കില്ലല്ലോ. അതുകൊണ്ട് ബാങ്കുകൾ കഴിഞ്ഞ 1-2 വർഷത്തെ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ പരിശോധിച്ചാണ് ശരാശരി മാസ വരുമാനം കണ്ടെത്തുന്നത്. അതുകൊണ്ട് ITR ഫയൽ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. എന്നാൽ വരുമാനത്തെക്കാൾ ഒരുപക്ഷെ ബാങ്കുകൾക്ക് പ്രധാനം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ആണ്. ഇതാണ് ഏറ്റവും നിർണായകം. മുൻപെടുത്ത ലോണുകളും ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും കൃത്യമായി തിരിച്ചടച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ഉണ്ടാകും. നിങ്ങളുടെ സ്കോർ എത്ര മികച്ചതാണോ ലോൺ കിട്ടാനുള്ള സാധ്യതയും അത്രയും കൂടും. ഇത്രയും യോഗ്യതകൾ ഉണ്ടെങ്കിൽ പിന്നെ വേണ്ടത് കുറച്ച് രേഖകളാണ്. പ്രധാനമായും നിങ്ങളുടെ തിരിച്ചറിയൽ രേഖകളായ പാൻ കാർഡും ആധാറും വിലാസം തെളിയിക്കുന്ന രേഖകളും കയ്യിൽ കരുതണം. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഇൻകം ടാക്സ് റിട്ടേണും കഴിഞ്ഞ 6 മാസത്തെയോ 1 വർഷത്തെയോ ബാങ്ക് സ്റ്റേറ്റ്മെന്റും നിർബന്ധമാണ്. ഇനി പലിശയുടെ കാര്യം. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒക്കെ മികച്ചതാണെങ്കിൽ പലിശ നിരക്കിൽ വ്യത്യാസം വരുമോ? തീർച്ചയായും വരും. മികച്ച സ്കോർ ഉള്ളവർക്ക് കുറഞ്ഞ പലിശ ലഭിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ശമ്പളക്കാരായ ജീവനക്കാരെ അപേക്ഷിച്ച് ഫ്രീലാൻസർമാർക്ക് അല്പം ഉയർന്ന പലിശ നിരക്ക് ബാങ്കുകൾ ഈടാക്കിയേക്കാം. കാരണം വരുമാനത്തിലെ സ്ഥിരത കുറവാണ് എന്ന കണക്കുകൂട്ടലാണത്. എങ്കിലും മികച്ച ഒരു സാമ്പത്തിക ചരിത്രം നിങ്ങൾക്കുണ്ടെങ്കിൽ നല്ലൊരു പലിശ നിരക്ക് ഉറപ്പാക്കാം. അപ്പോൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്? പണ്ടത്തെ പോലെ ബാങ്കിൽ ക്യൂ നിൽക്കേണ്ട കാലം കഴിഞ്ഞു. മിക്ക ബാങ്കുകളും ഇപ്പോൾ പൂർണ്ണമായും ഡിജിറ്റലാണ്. അവരുടെ വെബ്സൈറ്റിലോ ആപ്പിലോ കയറി നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും ലോണിന് അപേക്ഷിക്കാം. രേഖകളെല്ലാം ശരിയാണെങ്കിൽ വളരെ വേഗത്തിൽ ലോൺ അനുവദിച്ചു കിട്ടും. ചില പ്രീ അപ്രൂവ്ഡ് ഓഫറുകൾ ആണെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പണം നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. ചുരുക്കി പറഞ്ഞാൽ ഫ്രീലാൻസർ ആണെന്നത് കൊണ്ട് പേഴ്സണൽ ലോൺ കിട്ടാതിരിക്കില്ല. നിങ്ങളുടെ സാമ്പത്തിക കാര്യത്തിൽ കൃത്യമായി പ്ലാൻ ചെയ്യുക, മികച്ച ഒരു ക്രെഡിറ്റ് സ്കോർ നിലനിർത്തുക, ഇൻകം ടാക്സ് റിട്ടേൺ കൃത്യമായി ഫയൽ ചെയ്യുക. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഏത് ആവശ്യത്തിനും എളുപ്പത്തിൽ ഒരു പേഴ്സണൽ ലോൺ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തും. പിന്നെ ഒരു കാര്യം കൂടി പറയാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലോൺ എടുത്താൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.